ഇന്ന് നമ്മൾ വർക്കിനായി എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്താണ്. തോമസ് ഏട്ടൻ തേക്കിൻ്റെ പൂവൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ ഇന്നത്തെ വർക്ക് ആരംഭിച്ചു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു കേട്ടോ. ഇപ്പം മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. വർക്കിനെ ബാധിക്കുമെന്നറിയില്ല. ഈ സ്ഥലത്തിൻ്റെ ഒരതിരെന്ന് പറയുന്നത് പുഴയുടെ സൈഡ് വശമാണ്. ഇവിടെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം മൊത്തം ചെളി പിടിച്ച് കിടക്കുക. കാരണം ആ പുഴയിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം ഈ കരയ്ക്കോട്ട് കയറി കിടന്നിട്ട് അതിലൂടെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഒരു വിധത്തിൽ ഒന്ന് ആ പാറപ്പുറത്തൊന്ന് എത്തിപ്പറ്റാമെന്ന് പറയാം. കാണാൻ കൊതിച്ചതല്ലേ മോഹം വിതുമ്പുന്ന കാതിൽ നാദം മറന്നതല്ലേ ആരോ വിരൽ തുമ്പ കൊണ്ട് രാഗം മറയ്ക്കുന്നുവോ കാറ്റും കൊതിക്കുന്ന നിന്നെ. വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, കുറച്ച് മീനെ തന്നു വിടാം, നമുക്ക് കുളത്തിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ വന്നപ്പോഴല്ലേ ഇത് കുളത്തിൻ്റെ സൈഡെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നോക്കി തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴേക്കും എന്തോരം മീനുകളാണ്. പക്ഷേ എല്ലാം കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ അടിയിലോട്ടുണ്ട് ഇഷ്ടംപോലെ വലിയ കുഞ്ഞുങ്ങളുണ്ട്. ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അപ്പുറത്ത് ചൂണ്ട ഇട്ടിട്ടുണ്ട്. ബോണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് പോയി അപ്പുറത്ത് ചൂണ്ട ഇട്ടുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, അതെ, ചേട്ടൻ ഒരു മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. പിരാനയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു മീനേയും കൂടെ കിട്ടിയിട്ടുണ്ട്, അതും പിരാന തന്നെ. ഇച്ചിരി വലിയ മീനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ ചേട്ടൻ പോയി കുറേ നേരം കാത്തു നിന്നു കേട്ടോ. ഒരു വലിയ മീനൊക്കെ കിട്ടുമെന്ന് കരുതി. പക്ഷേ അതും ഒരു ചെറിയ പിരാന, അത്രേ ഉള്ളൂ. ഇനി അടുത്ത 2 പേരുടെയും കൂടെ പ്ലാൻ എന്താണെന്നറിയാമോ? ആ മീനെ കൈ കൊണ്ടൊന്ന് എടുക്കുക, ആ പിരാനെ. അത് കടിച്ചു കഴിയുമ്പോൾ നല്ല സുഖമായിരിക്കും കേട്ടോ. അതിൻ്റെ പല്ലിന് അത്ര മൂർച്ചയുണ്ട്. അരം പോലെ ഇരിക്കുന്ന പല്ല അത്. ഒരാൾ അതിനെ എടുക്കാനുള്ള പരിശ്രമത്തിനായിട്ട് പോയിരിക്കുക. നമുക്ക് നോക്കാം കേട്ടോ എടുക്കുമെന്ന്. ഒരുമാതിരി വലിയ മീനാണ്. ഒരു 1.5 കിലോ കാണുമായിരിക്കും കേട്ടോ. എടുത്തു തോന്നണു. എടുത്തിട്ടുണ്ട്. ഒരു 1.5 കിലോ ഉണ്ട് കേട്ടോ. ചേട്ടൻ വലിയ മീനുകളൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഇനി കുറച്ച് ചെറിയ മീനുകളെ പിടിച്ചു തരാമെന്നും പറഞ്ഞ് ഒരു ചെറിയ വലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നോക്കാം. ചേട്ടൻ പിടിച്ചു കേട്ടോ. നോക്കട്ടെ. ഇതിൽ മുഴുവൻ സിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. വലുതൊന്നുമില്ല, എല്ലാം ചെറിയ സിലോപ്പി കുഞ്ഞുങ്ങളാണ്. അതിൽ ഒരുമാതിരി വലുതിനെയൊക്കെ ഞങ്ങൾക്ക് കവറിലാക്കി തന്നു. ഇത് ചെറുതായിരിക്കുമ്പം കയ്പ്പായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ വറുത്താലും കറി വെച്ചാലൊക്കെ കയ്പ്പായിരിക്കും. അതുകൊണ്ട് വലുതിനെ വറുത്താലേ രുചിയുള്ളൂ എന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറയുന്നത്. ഇതെന്തിനാണെന്നറിയാമോ? ഈ കുഞ്ഞു മീനുകളെയെല്ലാം ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പുറം ചേട്ടൻ വലിയ മീനുകളെ പിടിക്കണമെങ്കിൽ ആ ബോണ്ട വെച്ചിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ വന്നെടുത്ത് തിന്നാതിരിക്കാൻ വേണ്ടി ഇതുങ്ങളെല്ലാം ഒരു ഭാഗത്തോട്ട് മാറ്റി അതിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ തീറ്റയിട്ട് എല്ലാത്തിനും കൂടെ ഒരു വശത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. എല്ലാത്തിനെയും ബക്കറ്റിലോട്ട് വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. ചെറുതാണ് എങ്കിൽ പോലും വറുക്കാൻ പാകത്തിന് ഓരോരുത്തർക്കും 2-3 വെച്ച് എടുക്കാൻ പാകത്തിന് തന്നു വിട്ടിട്ടുണ്ട്. ഇവിടെ ഈ കുളത്തിൻ്റെ അകത്ത് തന്നെ ഒരു കേജ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ഇവർ മീനൊക്കെ വറുത്ത് കഴിക്കാനുള്ള ഗ്രില്ലൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അവർ.